perform measuring practice to measure wear on crankshaft and play, crankshaft runout, and valve guide with dial indicator. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവശ്യത്തിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാധാരണയായി എൻജിൻ പ്രവർത്തിക്കുമ്പോൾ കമ്പോണന്റുകളുടെ ഇന്റേണൽ ഫ്രിക്ഷൻ കാരണം എൻജിൻ ഭാഗങ്ങൾ തേഞ്ഞു തീരുന്നു. ഇത് കുറഞ്ഞ പെർഫോമൻസും മോശം മൈലേജും നൽകുന്നു. ടെക്നിക്കൽ എക്സ്പേർട്ടിന് അത്തരം പ്രശ്നമുള്ള വാഹനം ലഭിച്ചു കഴിഞ്ഞാൽ ഭാഗങ്ങൾ പഴകിയതുകൊണ്ടാണോ പ്രശ്നം എന്ന് സ്ഥിരീകരിക്കാൻ അദ്ദേഹം ചില പ്രൈമറി ടെസ്റ്റുകൾ നടത്തുന്നു. ഉറപ്പുവരുത്തിയ ശേഷം ടെക്നിക്കൽ എക്സ്പേർട്ട് എഞ്ചിനും അതിൻ്റെ ഭാഗങ്ങളും ഡിസ്മാൻഡിൽ ചെയ്ത് മൈക്രോമീറ്റർ, വേർണിയർ കാലിപ്പർ തുടങ്ങിയ വിവിധ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഭാഗങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നു. ഒരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സ്റ്റെം ക്ലിയറൻസിലേക്കുള്ള വാൽവ് ഗൈഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, എൻഡ് പ്ലേ, റൺഔട്ട് എന്നിവ എങ്ങനെ നിർവഹിക്കാമെന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് വർക്കിൽ ഡയൽ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുക. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ് പ്ലേ അളക്കുക. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് ജേണൽ റൺഔട്ട് അളക്കുക. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഗൈഡ് ക്ലിയറൻസ് വാൽവ് സ്റ്റെം അളക്കുക. ആവശ്യമായ ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ, സ്പെയറുകൾ. മാഗ്നറ്റിക് ബേസുള്ള ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ, സർഫേസ് പ്ലേറ്റ്, പ്രൈ ബാർ, വി ബ്ലോക്ക്. ആവശ്യമായ എക്വിപ്മെന്റുകളും സ്പെയറുകളും. സിലിണ്ടർ ബ്ലോക്ക്, ക്രാങ്ക് ഷാഫ്റ്റ്, വാൽവുകൾ. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ബനിയൻ വേസ്റ്റ്. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് അളക്കുന്നതിന് മുമ്പ് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്: ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററും ഒരു മാഗ്നറ്റിക് ബേസും. ഡയൽ ഇൻഡിക്കേറ്ററിന് ഇനിപ്പറയുന്ന ഭാഗങ്ങളുണ്ട്: 100 ഡിവിഷനുകളുടെ ഗ്രാജുവേഷൻ ഉള്ളയാൽ. മറ്റൊരു ചെറിയ ഡയലും നൽകിയിട്ടുണ്ട്, അത് റൊട്ടേഷനുകളുടെ എണ്ണം കാണിക്കുന്നു. നീളമുള്ള സൂചി ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കിയാൽ ചെറിയ സൂചി ഒരു ഡിവിഷൻ കാണിക്കുന്നുവെന്ന് കരുതുക. ഡയലിൽ ഒരു ക്രിസ്റ്റൽ കവർ ഉണ്ട്, അതിനെ കൈകൊണ്ട് തിരിക്കാൻ കഴിയുന്ന ബെസൽ എന്ന് വിളിക്കുന്നു. ബെസലിന്റെ റൊട്ടേഷൻ 0 സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഡയൽ തിരിക്കുന്നു. ഡയലിന് ഒരു തണ്ടും പ്ലഞ്ചറും ഉണ്ട്. പ്ലഞ്ചറിന്റെ കോണ്ടാക്ട് പോയിന്റ് അളക്കേണ്ട ഭാഗത്ത് സ്പർശിക്കും. കൂടാതെ ബെസൽ ലോക്ക് ചെയ്യുന്നതിനായി ഡയലിൽ ഒരു ലോക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ എൻഡ് പ്ലേയും ക്ലിയറൻസുകളും പരിശോധിക്കാൻ ഒരു പ്ലഞ്ചർ ടൈപ്പ് ഡയൽ ഉപയോഗിക്കുന്നു. കൂടാതെ ഓവാലിറ്റി അളക്കാനും റൺ ഔട്ട് ചെയ്യാനും ലിവർ ടൈപ്പ് ഡയൽ ഉപയോഗിക്കുന്നു. മാഗ്നറ്റുമായി ഒട്ടുന്ന ഏത് സർഫേസിലും സ്റ്റാൻഡ് ഉറപ്പിക്കാൻ മാഗ്നറ്റിക് ബേസ് അനുവദിക്കുന്നു. ഒരു ഓൺ ഓഫ് സ്വിച്ച് മാഗ്നറ്റിനെ പ്രവർത്തനക്ഷമമാക്കുകയും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു. ഇത് എളുപ്പത്തിൽ നീക്കം ചെയ്യാനും സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാനും അനുവദിക്കുന്നു. മാഗ്നറ്റിക് സ്റ്റാൻഡുകളുടെ ഹാൻഡുകൾക്ക് ധാരാളം ജോയിന്റുകളും മികച്ച അഡ്ജസ്റ്റ്മെന്റുകൾക്കായുള്ള മെക്കാനിസവുമുണ്ട്. ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജോയിന്റുകൾക്ക് ഇൻസ്ട്രുമെന്റുകളുടെ പൊസിഷനിൽ കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതിനുള്ള ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ് പ്ലേയും റൺഔട്ടും വാൽവ് ഗൈഡ് ക്ലിയറൻസും അളക്കാൻ പോകുന്നു. ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ് പ്ലേ അളക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിന് എൻജിൻ ഹൗസിംഗിൽ അകത്തേക്കും പുറത്തേക്കും ചലിക്കാൻ കഴിയുന്ന ഏറ്റവും അകത്തേക്കും പുറത്തേക്കും ഉള്ള ദൂരമാണ് ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ് പ്ലേ. കൃത്യമായ എൻഡ് പ്ലേക്കായി ക്രാങ്ക് ഷാഫ്റ്റിലും മെയിൻ ജേണലുകളിലും ഏതെങ്കിലും ഒന്നിൽ 2 ത്രസ്റ്റ് വാഷറുകൾ നൽകിയിട്ടുണ്ട്. എൻഡ് പ്ലേ അളക്കാൻ ശരിയായ ടോർക്ക് ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് മുറുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ പിൻഭാഗത്തിന് സമീപമുള്ള സർഫേസിൽ മാഗ്നറ്റിക് ബേസ് ഉറപ്പിക്കുക. ഡയൽ ഇൻഡിക്കേറ്റർ പ്ലങ്കർ ശരിയാക്കുക, അങ്ങനെ അത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പിൻഭാഗത്തെ സ്പർശിക്കുന്നു. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിനും മെയിൻ ജേണലിനും ഇടയിൽ ഒരു പ്രൈ ബാർ ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റിന്റെ മുൻവശം നീക്കുക. ഡയലിന്റെ സൂചി 0-ൽ എത്തുന്നതുവരെ ഡയൽ തിരിക്കുക, തുടർന്ന് ലോക്ക് ചെയ്യുക.
ഇപ്പോൾ പ്രൈ ബാർ ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് എഞ്ചിന്റെ പിൻഭാഗത്തേക്ക് നീക്കുക. സൂചി 0-ൽ നിന്ന് വ്യതിചലിക്കുന്നത് നിരീക്ഷിച്ച് റീഡിംഗ് രേഖപ്പെടുത്തുക. ഈ വാല്യൂകളെ മാനുഫാക്ചറുകളുടെ സ്പെസിഫിക്കേഷനുമായി താരതമ്യം ചെയ്യുക. എൻഡ് പ്ലേ നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ ത്രസ്റ്റ് വാഷർ മാറ്റുക. ക്രാങ്ക് ഷാഫ്റ്റ് ജേണലിന്റെ തേയ്മാനം പരിശോധിക്കുക. സർഫേസ് ടേബിളിൽ 2 ബ്ലോക്കുകൾ സ്ഥാപിക്കുക. ബ്ലോക്കുകളിൽ ഷാഫ്റ്റ് വയ്ക്കുക. ബ്ലോക്കിന്റെ ഇരുവശത്തും ഷാഫ്റ്റ് അതിന്റെ മൊത്തം നീളത്തിന്റെ 1/10 കൂടുതൽ ഹാങ് ചെയ്യാത്ത വിധത്തിൽ ബ്ലോക്കുകൾ തമ്മിലുള്ള ദൂരം സെറ്റ് ചെയ്യുക. സർഫേസ് ടേബിളിൽ മഗ്നറ്റിക് ബേസ് ഡയൽ ഇൻഡിക്കേറ്റർ വയ്ക്കുക. ഷാഫ്റ്റിന്റെ മധ്യഭാഗത്ത് ഡയൽ ഇൻഡിക്കേറ്റർ കൊണ്ടുവരിക. ഡയൽ ഇൻഡിക്കേറ്ററിന്റെ സൂചി ഷാഫ്റ്റിൽ അമർത്തുക. അങ്ങനെ സൂചി കുറച്ച് വ്യതിചലനം കാണിക്കുന്നു. ഡയൽ തിരിക്കുന്നതിലൂടെ ഇൻഡിക്കേറ്ററിന്റെ സൂചിയെ പൊസിഷനിലേക്ക് സെറ്റ് ചെയ്യുക. കൈകൊണ്ട് ഷാഫ്റ്റ് തിരിക്കുക. സൂചിയുടെ വ്യതിചലനം രേഖപ്പെടുത്തുക. ഇത് മധ്യഭാഗത്ത് ഷാഫ്റ്റിന്റെ വളവ് നൽകും. മുകളിലെ ഘട്ടങ്ങൾ 3 സ്ഥലങ്ങളിൽ ആവർത്തിക്കുക. അങ്ങനെ ഷാഫ്റ്റിന്റെ മുഴുവൻ നീളവും മറയ്ക്കുക. എല്ലാ സ്ഥലങ്ങളിലെയും മാക്സിമം വേരുകൾ ശ്രദ്ധിക്കുക. വാൽവ് ഗൈഡുകളുടെ വേരുകൾ പരിശോധിക്കുക. ഗൈഡ് ക്ലിയറൻസിനായി വാൽവ് സ്റ്റെം പരിശോധിക്കുന്നതിന് സർഫേസ് പ്ലേറ്റിൽ സിലിണ്ടർ ഹെഡ് വയ്ക്കുക. വാൽവ് ഗൈഡിലേക്ക് വാൽവ് ഇൻസേർട്ട് ചെയ്യുക. വാൽവും വാൽവ് ഗൈഡും പരസ്പരം മാറ്റാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ആദ്യം എക്സോസ്റ്റ് വാൽവ് സിലിണ്ടർ ഹെഡിലെ ആദ്യം എക്സോസ്റ്റ് വാൽവ് ഗൈഡിൽ വയ്ക്കണം. സിലിണ്ടർ ഹെഡിന്റെ ഫേസിൽ മാഗ്നറ്റിക് ബേസുള്ള ഡയൽ ഇൻഡിക്കേറ്റർ വയ്ക്കുക. പ്ലഞ്ചറിന്റെ കോണ്ടാക്ട് പോയിന്റ് സജ്ജീകരിക്കുക. വാൽവ് മാർജിനിൽ സ്പർശിക്കണം. ഡയൽ ഇൻഡിക്കേറ്ററിൽ നിന്ന് കഴിയുന്നത്ര അകലെ ഒരു റേഡിയൽ ഡയറക്ഷനിലേക്ക് വാൽവ് നീക്കുക. 0 പോയിന്റിൽ എത്തുന്നതുവരെ ഡയൽ തിരിക്കുക. തുടർന്ന് ലോക്ക് ചെയ്യുക. കഴിയുന്നിടത്തോളം ഡയൽ ഇൻഡിക്കേറ്ററിലേക്ക് ഒരു റേഡിയൽ ഡയറക്ഷനിൽ വാൽവ് നീക്കുക. ഡയൽ ഇൻഡിക്കേറ്റർ ചലിക്കുന്ന ദൂരം ശ്രദ്ധിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യുക. നമ്മൾ ഈ പാഠത്തിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ പഠിച്ചത് വർക്കിൽ ഡയൽ ഇൻഡിക്കേറ്റർ സ്റ്റേറ്റ് ചെയ്യുക, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ് പ്ലേയിലെ തേയ്മാനം അളക്കുക, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് ജേണൽ റൺഔട്ട് നടത്തുക, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്ലിയറൻസ് നയിക്കാൻ വാൽവ് സ്റ്റൈം അളക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.